നമസ്കാരം. ഹൈറേഞ്ച് വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. HCN പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് എല്ലാ പ്രമുഖ കമ്പനികളുടെയും കാർഷിക യന്ത്രോപകരണങ്ങൾ ഇനി AN ഏജൻസീസിൽ നിന്ന്. AN ഏജൻസീസ്, പുളിക്കൽ ബിൽഡിംഗ്, ബൈപ്പാസ് റോഡ്, ഇടുക്കി കവല, കട്ടപ്പന. കേരള കോൺഗ്രസ് മുന്നണി മാറ്റവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുമായി ചർച്ച നടന്നിട്ടില്ലെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ. പാർട്ടി നിലപാട് ചെയർമാൻ പറഞ്ഞിട്ടുണ്ട്. മണിക്കൂർ തോറും മാറ്റിപ്പറയുന്ന സ്വഭാവം കേരള കോൺഗ്രസിനില്ല. പാർട്ടി ചെയർമാൻ വ്യക്തമാക്കിയതിനപ്പുറം തനിക്കൊന്നും പറയാനില്ലെന്നും റോഷി അഗസ്റ്റിൻ. കഞ്ഞിക്കുഴിയിൽ വീണ്ടും പുലിയുടെ സാന്നിധ്യം. സമീപത്തു നിന്നും ഏതോ ജീവിയെ ആക്രമിച്ചതിന്റെ രക്തപ്പാടുകളും കണ്ടെത്തി. എന്നാൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ വിവരമറിയിച്ചിട്ടും സ്ഥലത്തെത്തിയില്ലെന്ന് പരാതി. ജില്ലാ ആസ്ഥാനത്ത് വീണ്ടും കടുവയെ കണ്ടതോടെ ജനം ഭീതിയിൽ. വാഗമണിൽ ആരംഭിച്ച കുടുംബശ്രീ പ്രീമിയം കഫേയുടെ ഉദ്ഘാടനം ദേവസ്വം വകുപ്പ് മന്ത്രി VN വാസവൻ നിർവഹിച്ചു. കേരളത്തിലെ സാമൂഹ്യ, സാമ്പത്തിക, സാംസ്കാരിക മേഖലകളിൽ പുത്തൻ ഉണർവ് പകരാൻ കുടുംബശ്രീക്ക് കഴിഞ്ഞുവെന്ന് മന്ത്രി. കഴിഞ്ഞ 27 വർഷമായി കുടുംബശ്രീ നടത്തുന്ന പ്രവർത്തനം ശ്രദ്ധേയമാണെന്നും VN വാസവൻ. ദേശീയപാത 85 അടിമാലി ലക്ഷം വീട് ഭാഗത്തുണ്ടായ മണ്ണിടിച്ചിലിനെ തുടർന്ന് ദുരിതത്തിലായ കുടുംബങ്ങൾക്ക് പുനരധിവാസവുമായി ബന്ധപ്പെട്ട് നൽകിയ ഉറപ്പുകൾ പാഴ്വാക്ക. വാസയോഗ്യമല്ലാതായി തീർന്ന വീടുകളിൽ നിന്ന് മാറി താമസിക്കുന്നവർക്ക് വാടക നൽകുമെന്നതടക്കമുള്ള ഉറപ്പുകളൊന്നും പാലിക്കപ്പെട്ടിട്ടില്ലെന്ന് പരാതി. ഉറപ്പുകൾ പാലിക്കപ്പെടുമെന്ന പ്രതീക്ഷയിൽ ദുരിതാശ്വാസ ക്യാമ്പിൽ നിന്ന് മടങ്ങിയ കുടുംബങ്ങൾ ഇപ്പോൾ ജീവിതം എങ്ങനെ കരുപിടിപ്പിക്കുമെന്നറിയാതെ പ്രതിസന്ധിയിൽ. വിശദമായ വാർത്തകളിലേക്ക്. കേരള കോൺഗ്രസ് മുന്നണി മാറ്റവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുമായി ചർച്ച നടന്നിട്ടില്ലെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ. പാർട്ടി നിലപാട് ചെയർമാൻ പറഞ്ഞിട്ടുണ്ട്. മണിക്കൂർ തോറും മാറ്റിപ്പറയുന്ന സ്വഭാവം കേരള കോൺഗ്രസിനില്ല. പാർട്ടി ചെയർമാൻ വ്യക്തമാക്കിയതിനപ്പുറം തനിക്കൊന്നും പറയാനില്ലെന്നും റോഷി അഗസ്റ്റിൻ തൊടുപുഴയിൽ വ്യക്തമാക്കി. നമ്മുടെ തെരഞ്ഞെടുപ്പ് കാര്യങ്ങളെക്കുറിച്ച് ആലോചിക്കാനായിട്ടുണ്ട്, LDFന്റെ ജാതിയെക്കുറിച്ച് ആലോചിക്കാനായിട്ടുണ്ട്. എന്നല്ലേ ഇപ്പോൾ ചിന്തിരിക്കുന്നു? അല്ല, മുന്നണി മാറ്റവുമായി ബന്ധപ്പെട്ട് ചില അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നല്ലോ. ആ വിഷയത്തിൽ ചെയർമാൻ അവരോട് പറഞ്ഞു കഴിഞ്ഞല്ലോ. ഞങ്ങൾക്ക് ദിവസം തോറും മണിക്കൂർ തോറും മാറി മാറി പറയുന്ന ഒരു പാർട്ടിയല്ല. പാർട്ടി ചെയർമാൻ അഭ്യൂഹങ്ങൾക്ക് വിരാമം ഇട്ടുകൊണ്ട് ഇന്നലെ മറുപടി പറഞ്ഞു കഴിഞ്ഞു. അതൊരു ചർച്ചയല്ലല്ലോ ഇപ്പോൾ. മുഖ്യമന്ത്രി മിനിസ്റ്ററുമായി നടത്തിയ ചർച്ചയാണ് ആ നീക്കത്തിന് തടസ്സം ആയത് എന്നാണ് ഇപ്പോൾ പറയുന്നത്. നിങ്ങളൊന്ന് വെളിപ്പെടുത്തിയ എളുപ്പമുണ്ടായിരുന്നു. അല്ല, അങ്ങനെ ഒരു ചർച്ച നടന്നിട്ടുണ്ടായിരുന്നു. ഇല്ലാത്തതുകൊണ്ടല്ലേ ഞാൻ പറഞ്ഞു. എനിക്കറിയാത്ത കാര്യമാണല്ലോ പറയുന്നത്. നമുക്കറിയാവുന്ന കാര്യം എനിക്ക് പറയാൻ പറ്റുള്ളൂ. മുന്നണി മാറ്റമില്ല. പക്ഷെ എന്തോ നിങ്ങൾ സംസാരിക്കുന്നത് മനസ്സിലാകുന്നില്ല. പാർട്ടി ചെയർമാൻ എന്തോ പറഞ്ഞു? പാർട്ടി ചെയർമാനൊക്കെ വലിയ ആളാണ് ഞാൻ. പാർട്ടി ചെയർമാൻ വ്യക്തമായി കഴിഞ്ഞു. ഇനി അതിനപ്പുറത്തോട്ട് എനിക്ക് സംസാരിക്കാനുണ്ടോ? പാർട്ടിക്കുള്ളിൽ ഭിന്നാഭിപ്രായം ഉണ്ടായിരുന്നു എന്ന് ജോസ് കെ മാണി പറഞ്ഞിട്ടുണ്ട്. ആര് പറഞ്ഞു? ജോസ് കെ മാണി തന്നെ പറഞ്ഞിട്ടുണ്ട്. എന്ത് പറഞ്ഞു? അഭിപ്രായങ്ങളല്ലേ, തീരുമാനമല്ലേ അറിയേണ്ടത്. ഏതൊരു പാർട്ടിയും മീറ്റിംഗ് കൂടുന്ന സമയത്ത് മീറ്റിംഗിലുണ്ടാകുന്ന അഭിപ്രായങ്ങളെ ക്രോഡീകരിച്ചുകൊണ്ട് അതല്ലെങ്കിൽ പാർട്ടി ചെയർമാൻ എടുക്കുന്ന നയപരമായ സമീപനങ്ങൾ തുറന്നു പറയുമ്പോൾ അതല്ല അതിന്റെ അവസാന വാക്ക്. അത് പാർട്ടി ചെയർമാൻ വ്യക്തമായി കഴിഞ്ഞിട്ടുണ്ടല്ലോ. മിനിസ്റ്ററുടെ അഭിപ്രായ വ്യത്യാസമാണോ ആ നീക്കത്തിന് തടസ്സപ്പെട്ടതെന്ന് എന്ന് പറഞ്ഞ അദ്ദേഹം വ്യത്യസ്ത അഭിപ്രായങ്ങൾ പറഞ്ഞോ? ഇല്ല, അങ്ങനെ പറഞ്ഞില്ല. ശരി. കഞ്ഞിക്കുഴിയിൽ വീണ്ടും പുലിയുടെ സാന്നിധ്യം. കഞ്ഞിക്കുഴി വാകച്ചുവട് ഭാഗത്ത് ചുരമ്പേൽ ശാരദ ശ്രീധരനാണ് രാവിലെ പുലിയെ കണ്ടതായി പറഞ്ഞത്. സമീപത്തു നിന്നും ഏതോ ജീവിയെ ആക്രമിച്ചതിന്റെ രക്തപ്പാടുകളും കണ്ടെത്തിയിട്ടുണ്ട്. എന്നാൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ വിവരമറിയിച്ചിട്ടും സ്ഥലത്തെത്തിയില്ലെന്നും പരാതിയുണ്ട്. കഴിഞ്ഞ 2 ആഴ്ചകളായി കഞ്ഞിക്കുഴി പഞ്ചായത്തിലെ വാകച്ചുവട് ഭാഗത്ത് പുലിയെ കണ്ടതായി നാട്ടുകാർ പറയുന്നുണ്ട്. പല ദിവസങ്ങളിലും വനംവകുപ്പ് ഉദ്യോഗസ്ഥർ എത്തി പരിശോധന നടത്തിയെങ്കിലും പുലിയെന്ന് സംശയിക്കുന്ന ഒരു ജീവിയെയും കണ്ടെത്താനായില്ല. രാവിലെ വീണ്ടും പുലിയെ കണ്ടതായി പ്രദേശവാസി ചിറമ്പേൽ ശാരദ ശ്രീധരൻ പറഞ്ഞു. ഇവിടെ നിന്ന് വെള്ളം കോരിങ്ങനെ ബക്കറ്റിലേക്ക് ഒഴിച്ചുകൊണ്ടിരുന്നപ്പം പെട്ടെന്ന് ഇങ്ങനെ എടുത്തിയാടുമ്പോൾ തോന്നി. അപ്പോൾ എടുത്തിയാടി വീട് എന്നായിരിക്കും എന്ന് തിരിഞ്ഞു നോക്കി. തിരിഞ്ഞു നോക്കി അങ്ങനെ കപ്പളത്തിൻ്റെ ചുട്ടിലായിട്ട് ആ ഭാഗത്തായിട്ട് ഇങ്ങനെ കണ്ടിട്ട് ഇത് ഇവിടുന്ന് ചാടിയിട്ട് വീണ്ടും എടുത്ത് അങ്ങോട്ട് ഒന്നോടെ ചാടി. എന്നിട്ടാ വാങ്ങി ഓടിപ്പോയത്. ശരം വിട്ട പോലെ ഓടിപ്പോയത്. നല്ല ചെമ്പ് കളറ്, നല്ല കളറ്. എന്തായാലും വലിപ്പമുണ്ട്. വലിപ്പമെന്ന് വെച്ചാൽ ഒരു വലിപ്പം കാണിച്ചാണ്ടല്ലോ. പൊക്കം പറഞ്ഞാൽ ഇത്രയും വരും. ഇത്രയുണ്ട് പൊക്കം. നീളം നമ്മുടെ അവിടുന്ന് അത്ര അതിൻ്റെ അവിടുന്ന് ഇവിടം വരെ ഇത്രയും ഇങ്ങനെ വരും. പ്രദേശത്തു നിന്നും ആക്രമിക്കപ്പെട്ട ഏതോ ജീവിയുടെ രക്തപ്പാടുകളും കണ്ടെത്തിയിട്ടുണ്ട്. അതേസമയം രാവിലെ സംഭവം വനംവകുപ്പ് അധികൃതരെ അറിയിച്ചെങ്കിലും ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തിയില്ലെന്ന് ഗ്രാമപഞ്ചായത്ത് അംഗം ഷാജി വാഴക്കാല ആരോപിച്ചു. ഇപ്പോൾ അവിടെ കുറേ മേഖലയിൽ ബ്ലഡ് കിടപ്പുണ്ട്. പുലിയെ കണ്ട രാവിലെ ഒരു ചേച്ചി വെള്ളം എടുത്തപ്പോൾ കണ്ടു. അവരെ വീട്ടിൽ ഇപ്പോൾ നമ്മൾ പോയി വീണ്ടും കാര്യങ്ങളെല്ലാം ചോദിച്ചു. എല്ലാവരും ഭയന്ന് വീടുകളിൽ ഉള്ളിലിരിക്കുന്ന ഒരു സ്ഥിതി ഉള്ളപ്പോൾ ഫോറസ്റ്റുകാരുടെ ഭാഗത്തുനിന്ന് ഭയങ്കര അനാസയാണ് ഈ രംഗത്ത് നടക്കുന്നത്. തികച്ചും അനാസ
ോടുകൂടി പ്രവർത്തിക്കുന്ന ഈ സാഹചര്യത്തിൽ വാർഡിൽ ഇനി എന്തെങ്കിലും ആപത്ത് ജനങ്ങളുടെ മേലുണ്ടായാൽ ഫോറസ്റ്റ് ഓഫീസർമാരെ ഈ മേഖലയിൽ കടന്നു വരാൻ അനുവദിക്കില്ലാത്ത രീതിയിലേക്ക് ജനങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ശക്തമായ പ്രതിഷേധവുമായി ഞങ്ങൾ ഫോറസ്റ്റ് ഓഫീസിലേക്ക് പോകേണ്ട ഒരു അവസ്ഥയിലാണ്. വീണ്ടും പുലിയുടെ സാന്നിധ്യം തിരിച്ചറിഞ്ഞതോടെ പ്രദേശവാസികൾ ഭീതിയിലാണ്. കുട്ടികൾ സ്കൂളിൽ പോകുന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ നാട്ടുകാർക്ക് ആശങ്കയുണ്ട്. അടിയന്തരമായി ഉന്നത ഉദ്യോഗസ്ഥരുടെ ഇടപെടൽ ഉണ്ടാകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഇടുക്കി ജില്ലാ ആസ്ഥാനത്ത് വീണ്ടും കടുവയെ കണ്ടതോടെ ജനം ഭീതിയിൽ. കഴിഞ്ഞ ദിവസം രാവിലെ 9 മണിക്ക് പാറേമാവിലുള്ള 10 ഏക്കർ കോളനിയിലാണ് കടുവയെ കണ്ടത്. വനംവകുപ്പിന്റെ നേതൃത്വത്തിൽ പ്രദേശത്ത് പരിശോധന നടത്തിയെങ്കിലും കടുവയെ കണ്ടെത്താനായില്ല. 1973 മുതൽ 10 ഏക്കർ പ്രദേശത്ത് താമസിക്കുന്ന സരസമ്മ എന്ന വയോധികയാണ് കഴിഞ്ഞ ദിവസം കടുവയെ കണ്ടത്. സരസമ്മയുടെ വീടിന് പിന്നിൽ വനമാണ്. വീടിന് സമീപം 50 മീറ്റർ മാറി വനത്തിലാണ് കടുവയെ കണ്ടത്. സരസമ്മയെ കണ്ടതോടെ കടുവ മുകൾ ഭാഗത്തുള്ള വനത്തിലേക്ക് ഓടിപ്പോയതായി ഇവർ പറയുന്നു. ഇവിടെ താമസമാക്കിയതിനു ശേഷം ആദ്യമായാണ് കടുവയെ കണ്ടതെന്നും സരസമ്മ പറഞ്ഞു. ഞാൻ അങ്ങോട്ട് നോക്കിയപ്പം കണ്ടു അത് കടുവയാണെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അതങ്ങോട്ടങ്ങ് ഓടിപ്പോയി. വിവരമറിയിച്ചതിനെ തുടർന്നെത്തിയ വനപാലകർ സ്ഥലം മുഴുവൻ പരിശോധിച്ചെങ്കിലും കടുവയെ കണ്ടെത്താനായില്ല. വനംവകുപ്പിന്റെ തൊടുപുഴയിലായിരുന്ന ഡ്രോൺ ഇടുക്കിയിലെത്തിച്ച് പരിശോധന നടത്തിയെങ്കിലും കടുവയെ കണ്ടെത്തിയിട്ടില്ല. കടുവയുടെ കാൽപ്പാടും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. വരും ദിവസങ്ങളിലും ഇതുമായി ബന്ധപ്പെട്ട പരിശോധനകൾ തുടരുമെന്ന് ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ CK ആനന്ദൻ പറഞ്ഞു. പരിശോധന നടത്തിയതിൽ കടുവയുടെ പക്മാർക്കോ അല്ലെങ്കിൽ കാഷ്ടോ അങ്ങനെയുള്ളത് നമ്മൾ കണ്ടെത്തിയിട്ടില്ല. ഇതിനെ തുടർന്ന് ഡ്രോൺ പരിശോധന നടത്തിയതിലും നമ്മൾ കടുവയുടെ സാന്നിധ്യമൊന്നും നമ്മൾ കണ്ടെത്തിയിട്ടില്ല. ഇന്ന് രാത്രിയിലും നാളെയും ഇതുമായിട്ട് ബന്ധപ്പെട്ട പരിശോധന നമ്മൾ തുടരുന്നതാണ്. കടുവയെ കണ്ട വിവരമറിഞ്ഞതോടെ പ്രദേശവാസികൾ ഭീതിയിലാണ്. കഞ്ഞിക്കുഴിയിൽ പുലി ഇറങ്ങിയതും ഇടുക്കി പാർക്കിന് സമീപം കടുവയെ കണ്ടതും കരിമണൽ മീൻമുട്ടിക്ക് സമീപം ആനകളിറങ്ങിയതും കഴിഞ്ഞയാഴ്ചയിലാണ്. ഇടുക്കിയിൽ വന്യമൃഗങ്ങളുടെ ശല്യം വർദ്ധിക്കുന്ന സാഹചര്യമാണ് നിലവിൽ. അടിയന്തരമായി വന്യമൃഗശല്യം നേരിടുന്നതിന് വനംവകുപ്പ് നടപടിയെടുക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ PK ഗോപകുമാർ, ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാരായ ആൽബർട്ട് K സണ്ണി, അനിത് C, ഹോർമീസ്, ആര്യലക്ഷ്മി, MV ജയകുമാർ എന്നിവർ പരിശോധനയ്ക്ക് നേതൃത്വം നൽകി. കേരളത്തിലെ സാമൂഹ്യ, സാമ്പത്തിക, സാംസ്കാരിക മേഖലകളിൽ പുത്തൻ ഉണർവ് പകരാൻ കുടുംബശ്രീക്ക് കഴിഞ്ഞുവെന്ന ദേവസ്വം വകുപ്പ് മന്ത്രി VN വാസവൻ. വാഗമണ്ണിൽ ആരംഭിച്ച കുടുംബശ്രീ പ്രീമിയം കഫേയുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കഴിഞ്ഞ 27 വർഷമായി കുടുംബശ്രീ നടത്തുന്ന പ്രവർത്തനം ശ്രദ്ധേയമാണെന്നും മന്ത്രി പറഞ്ഞു. നാടിന്റെ വളർച്ചയിൽ കുടുംബശ്രീ വലിയ പങ്കാണ് വഹിക്കുന്നത്. ഏറ്റവും ഒടുവിൽ സർക്കാർ പ്രഖ്യാപിച്ച ക്ഷേമനിധി പദ്ധതിയിലടക്കം കുടുംബശ്രീയെ പിന്തുണയ്ക്കുന്ന നിലപാടാണ് സർക്കാർ സ്വീകരിച്ചത്. കേരളത്തിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായ വാഗമണ്ണിൽ നിരവധി സ്വദേശികളും വിദേശികളുമായ സഞ്ചാരികളാണ് എത്തുന്നത്. ഇവർക്ക് രുചികരമായ ഭക്ഷണം മിതമായ വിലയിൽ ലഭ്യമാക്കാൻ പ്രീമിയം കഫേയിലൂടെ കഴിയും. 14 ജില്ലകളിലും ഇത്തരം പ്രീമിയം കഫേകൾ ആരംഭിച്ചിട്ടുണ്ട്. ഏറ്റവും അവസാനത്തേതാണ് ജില്ലയിൽ ആരംഭിച്ചത്. നിലവിൽ കേരളത്തിലാകെ 15 പ്രീമിയം കഫേകളാണ് ഉള്ളത്. വനിതകളുടെ കൂട്ടായ്മയിലൂടെയുള്ള ഇത്തരം സംരംഭങ്ങൾ നിരവധി പേർക്ക് തൊഴിലവസരം നൽകും. 46 ലക്ഷത്തിലധികം അംഗങ്ങളാണുള്ളത്. ദാരിദ്ര്യ ലഘൂകരണ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന കുടുംബശ്രീ പ്രവർത്തനം സ്ത്രീകൾക്ക് സാമ്പത്തിക, സാംസ്കാരിക, സാമൂഹിക ഉണർവ് പകരാനും കഴിഞ്ഞിട്ടുണ്ട്. കുടുംബശ്രീ സംഘടിപ്പിക്കുന്ന കലോത്സവം മികച്ച നിലവാരം പുലർത്തുന്നതാണ്. കുടുംബശ്രീ സംഘടിപ്പിക്കുന്ന ദേശീയ അടിസ്ഥാനത്തിലുള്ള സരസ് മേളയിൽ കോടിക്കണക്കിന് രൂപയുടെ ബിസിനസ് നടക്കുകയും മികച്ച വരുമാനം ലഭ്യമാക്കുകയും ചെയ്യുന്നുവെന്ന് മന്ത്രി പറഞ്ഞു. എല്ലാ സ്ഥലത്തും പുതിയ സംരംഭങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ, തൊഴിലവസരങ്ങൾ പുതിയതായി ഉണ്ടാകുന്നു, പുതിയ വരുമാനം ഉണ്ടാകുന്നു, പുതിയ മുന്നേറ്റം ഉണ്ടാക്കാൻ സഹായിക്കുന്നു. അങ്ങനെ സ്ത്രീ ശാക്തീകരണത്തിൻ്റെ ഏറ്റവും വലിയ രൂപത്തിലുള്ള ഉള്ളടക്കത്തോടു കൂടി നമ്മുടെ സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന കുടുംബശ്രീ മിഷൻ ഏറ്റവും നല്ല കലോത്സവമാണ് ഈ അടുത്ത കാലത്ത് സംഘടിപ്പിച്ചത്. ഒരുപക്ഷേ സംസ്ഥാന സ്കൂൾ കലോത്സവം കഴിഞ്ഞാൽ കേരളത്തിൽ നടക്കുന്ന ഏറ്റവും വലിയ കലോത്സവമായി കുടുംബശ്രീയുടെ കലോത്സവം മാറിയിരിക്കുന്നു എന്ന സന്തോഷകരമായ വാർത്തയും ഈ സന്ദർഭത്തിൽ കേൾക്കുകയാണ്. മികവാർന്ന പ്രവർത്തനങ്ങൾ ഉയർത്തിക്കൊണ്ടുവരിക, അത് കരകൗശലമായിട്ടുള്ള ഉള്ളടക്കങ്ങൾ, അതുപോലെ തന്നെ കൈത്തൊഴിലിൻ്റെ രൂപത്തിലുള്ള ഉള്ളടക്കങ്ങൾ, നിരവധി ഉൽപ്പാദന മേഖലയിൽ ഇടപെട്ടുകൊണ്ടുള്ള പുതിയ പ്രോഡക്റ്റുകൾ, ഇതെല്ലാം പ്രദർശിപ്പിക്കാൻ, അത് വിറ്റഴിക്കാൻ എല്ലാം ചെയ്യുക വഴി ഒട്ടേറെ തൊഴിലവസരങ്ങൾ ഉണ്ടാവുകയും വരുമാനം ഉണ്ടാവുകയും അതോടൊപ്പം നമ്മുടെ നാടിന് പുരോഗതി ഉണ്ടാവുകയും ചെയ്യുന്ന രൂപത്തിലേക്കാണ് സരസ് മേളകൾ മാറി വരുന്നത്. ഇങ്ങനെ എല്ലാ നിലയിലും കുടുംബശ്രീ ഇന്ന് ജനജീവിതത്തിൻ്റെ എല്ലാ രംഗങ്ങളിലും ഇടപെട്ട് നാടിനെ വളർത്തിക്കൊണ്ടുവരാൻ അവർ നൽകുന്ന വിലപ്പെട്ട സംഭാവനകൾ അതിരുകളില്ലാതെ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നു. അതാണ് അതിരുകളില്ലാതെ അരുവികളായി ഒഴുകി ഒരു പുതിയ പുഴയായി മാറിയിടാം എന്ന് പറയുന്ന രൂപത്തിലേക്ക് വരുന്ന ആശയം. ഗ്രാമപഞ്ചായത്ത് അംഗം മായ സജി അധ്യക്ഷയായിരുന്നു. കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ മണികണ്ഠൻ A,
ജില്ലാ മിഷൻ അസിസ്റ്റന്റ് കോർഡിനേറ്റർ ജി ഷിബു, DTPC സെക്രട്ടറി ജിതീഷ് ജോസ്, സംസ്ഥാന മിഷൻ അസിസ്റ്റന്റ് പ്രോഗ്രാം മാനേജർ ഹർഷ നാരായണൻ, ജില്ലാ മിഷൻ അസിസ്റ്റന്റ് കോർഡിനേറ്റർ സി ശിവൻ, ഏലപ്പാറ കുടുംബശ്രീ CDS ചെയർപേഴ്സൺ മിനി സുരേന്ദ്രൻ, അയ്യപ്പൻകോവിൽ കുടുംബശ്രീ CDS ചെയർപേഴ്സൺ രജിത ഷാജൻ, വിവിധ രാഷ്ട്രീയ കക്ഷി പ്രതിനിധികളായ PS രാജൻ, CV വർഗീസ് തുടങ്ങിയവർ സംസാരിച്ചു. ദേശീയപാത 85 അടിമാലി ലക്ഷം വീട് ഭാഗത്തുണ്ടായ മണ്ണിടിച്ചിലിനെ തുടർന്ന് ദുരിതത്തിലായ കുടുംബങ്ങൾക്ക് പുനരധിവാസവുമായി ബന്ധപ്പെട്ട് നൽകിയ ഉറപ്പുകൾ പാഴ്വാക്കായി. വാസയോഗ്യമല്ലാതായി തീർന്ന വീടുകളിൽ നിന്ന് മാറി താമസിക്കുന്നവർക്ക് വാടക നൽകുമെന്നതടക്കമുള്ള ഉറപ്പുകളൊന്നും പാലിക്കപ്പെട്ടിട്ടില്ലെന്നാണ് പരാതി. ഉറപ്പുകൾ പാലിക്കപ്പെടുമെന്ന പ്രതീക്ഷയിൽ ദുരിതാശ്വാസ ക്യാമ്പിൽ നിന്ന് മടങ്ങിയ കുടുംബങ്ങൾ ഇപ്പോൾ ജീവിതം എങ്ങനെ കരുപിടിപ്പിക്കുമെന്നറിയാതെ പ്രതിസന്ധിയിലാണ്. 2 മാസങ്ങൾക്ക് മുമ്പായിരുന്നു ദേശീയപാത 85 നിർമ്മാണ ജോലികൾ നടന്നു വന്നിരുന്ന അടിമാലി ലക്ഷം വീട് ഭാഗത്ത് വലിയ മണ്ണിടിച്ചിലുണ്ടായത്. പാതയോരത്ത് നിന്ന് മണ്ണിടിഞ്ഞെത്തിയതോടെ റോഡിന് താഴ്ഭാഗത്ത് ലക്ഷം വീട് ഭാഗത്തുണ്ടായിരുന്ന കുടുംബങ്ങളുടെ കിടപ്പാടമില്ലാതായി. പ്രദേശവാസിയായ ബിജു മരണപ്പെടുകയും ബിജുവിന്റെ ഭാര്യയ്ക്ക് ഗുരുതര പരിക്കേൽക്കുകയും ചെയ്തു. 8 വീടുകൾ പൂർണ്ണമായി തകർന്നു. ദുരന്തശേഷം നടന്ന പരിശോധനയിൽ പ്രദേശം മതിയാം വിധം വാസയോഗ്യമല്ലെന്ന് കണ്ടെത്തിയതോടെ ഇവിടെയുണ്ടായിരുന്ന 30ഓളം കുടുംബങ്ങൾ മറ്റിടങ്ങളിലേക്ക് മാറി. ദുരന്തശേഷം ഈ കുടുംബങ്ങളൊക്കെയും ദുരിതാശ്വാസ ക്യാമ്പിലേക്കായിരുന്നു ആദ്യം മാറ്റപ്പെട്ടത്. ക്യാമ്പിൽ തുടരവെ പുനരധിവാസവുമായി ബന്ധപ്പെട്ട് ലഭിച്ച ഉറപ്പിന്മേലാണ് കുടുംബങ്ങൾ മറ്റിടങ്ങളിലേക്ക് മാറാൻ തയ്യാറായത്. എന്നാൽ ഈ ഉറപ്പുകളൊന്നും പിന്നീട് പാലിക്കപ്പെട്ടിട്ടില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി. പ്രാഥമിക സഹായം എന്നുള്ള നിലയിൽ 15,000 രൂപ വെച്ച് മുഴുവൻ കുടുംബങ്ങൾക്ക് കൈമാറാനും വാടകയ്ക്ക് മാറുന്ന 30 വീട്ടുകാർക്ക് വാടക നൽകണമെന്നുമാണ് അന്ന് തീരുമാനിച്ചിരുന്നത്. ഈ തീരുമാനങ്ങളൊന്നും ഈ നാഷണൽ ഹൈവേ ഓഫ് ഇന്ത്യ അതോറിറ്റിയും അതുപോലെ തന്നെ EKK കൺസ്ട്രക്ഷൻ ഗ്രൂപ്പും അംഗീകരിക്കാത്തതിൻ്റെയും നടപ്പിലാക്കാത്തതിൻ്റെയും അടിസ്ഥാനത്തിലാണ് ഈ സമരവുമായിട്ട് പോയിട്ടുള്ളത്. ഈ സമരം സൂചനാ സമരം എന്നുള്ള നിലയിലാണ് സംഘടിപ്പിച്ചിട്ടുള്ളത്. ഈ സമരവും സൂചന കൊണ്ട് കണ്ടുപഠിച്ചില്ലെങ്കിൽ അതിശക്തമായ സമരവുമായി മുന്നോട്ട് പോകാനാണ് ഈ സമരസമിതി തീരുമാനിച്ചിട്ടുള്ളത്. നിലവിൽ അപകടത്തിൽപ്പെട്ട കുടുംബത്തിൽ ബിജുവിന് 1 ലക്ഷം രൂപ ധനസഹായം കഴിഞ്ഞ ദിവസം EKK കൺസ്ട്രക്ഷൻ കമ്പനി കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ സന്ധ്യയുടെ ചികിത്സാ സഹായം മമ്മൂട്ടി ഫൗണ്ടേഷൻ ഏറ്റെടുക്കുകയും എന്നാൽ നാഷണൽ ഹൈവേ ഓഫ് ഇന്ത്യ അതോറിറ്റി 3 ലക്ഷം രൂപ അവർക്ക് നൽകുകയും ചെയ്തിട്ടുണ്ട്. ബാക്കി തുടർന്നുള്ള സഹായങ്ങളും ഈ കുട്ടിക്ക് ജോലി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്യണമെന്നാണ് നമ്മളന്ന് കളക്ടറോടും മറ്റ് മന്ത്രിയോടും എല്ലാം ആവശ്യപ്പെട്ടുള്ളത്. ആ ഒരു കാര്യങ്ങളും കൂടി നടപ്പാക്കി തരണമെന്നാണ് നമ്മൾ ഈ അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളത്. വാടക വീടുകളിൽ കഴിയുന്ന ആളുകൾക്ക് വാടക കൊടുക്കുന്നില്ല. അപ്പോൾ 3 മാസമായി വാടക കിട്ടിയിട്ട് വാടക വീട്ടിൽ കിടക്കുന്ന ആളുകളുടെ അടുത്ത് വീടുകൾ ഒഴിയാൻ വേണ്ടി വാടകയ്ക്ക് നൽകിയ ആളുകൾ ആവശ്യപ്പെട്ടു തുടങ്ങി. വീട് പൂർണ്ണമായി നഷ്ടപ്പെട്ട 8 കുടുംബങ്ങൾ കത്തിപ്പാറയിലുള്ള KSEB ക്വാർട്ടേഴ്സുകളിലാണ് താൽക്കാലികമായി കഴിഞ്ഞു വരുന്നത്. മറ്റു കുടുംബങ്ങൾ വാടക വീടുകളിലേക്ക് മാറി. എന്നാൽ ഇവർക്ക് നൽകാമെന്നറിയിച്ചിരുന്ന വാടക സംഭവം നടന്ന 3 മാസത്തോടടുക്കുമ്പോഴും ലഭിച്ചിട്ടില്ല. കുടുംബങ്ങൾക്കുണ്ടായ നഷ്ടപരിഹാരത്തിന് ആനുപാതികമായി ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കുമെന്നായിരുന്നു ദുരന്ത സമയത്ത് കുടുംബങ്ങൾക്ക് നൽകിയ മറ്റൊരു ഉറപ്പ്. ഇക്കാര്യത്തിലും പുരോഗതി ഉണ്ടായിട്ടില്ല. നനച്ചിരിക്കാതെ എത്തിയ ദുരന്തം ഉണ്ടായിരുന്നതെല്ലാം നഷ്ടപ്പെടുത്തി 30ഓളം കുടുംബങ്ങളെ പെരുവഴിയിലാക്കി. അത്താണി നഷ്ടപ്പെട്ട തങ്ങൾക്ക് നൽകിയ ഉറപ്പുകൾ പാലിക്കാൻ ബന്ധപ്പെട്ടവർ തയ്യാറാകണമെന്നാണ് കുടുംബങ്ങളുടെ ആവശ്യം. കുമളി ചോറ്റുപാറയ്ക്ക് സമീപം വിനോദസഞ്ചാരികൾ സഞ്ചരിച്ചിരുന്ന ജീപ്പ് മറിഞ്ഞുണ്ടായ അപകടത്തിൽ 6 പേർക്ക് പരിക്ക്. ശിവകാശി, ചെന്നൈ, തിരുപ്പൂർ സ്വദേശികൾക്കാണ് പരിക്കേറ്റത്. കുമളിയിൽ നിന്നും സത്രത്തിലേക്ക് വിനോദസഞ്ചാരികളുമായി പോയ ജീപ്പാണ് അപകടത്തിൽപ്പെട്ടത്. ചോറ്റുപാറയിൽ വളവിൽ വെച്ച് എതിരെ വന്നിരുന്ന തീർത്ഥാടകരുടെ ബസ്സിനെ മറികടക്കാൻ ശ്രമിച്ച ബൈക്കിനെ ഇടിക്കാതിരിക്കാൻ ജീപ്പ് വെട്ടിച്ചു മാറ്റുന്നതിനിടയിലാണ് അപകടമുണ്ടായത്. നിയന്ത്രണം നഷ്ടപ്പെട്ട ജീപ്പ് റോഡരികിലേക്ക് മറിയുകയായിരുന്നു. ശിവകാശി സ്വദേശികളായ ഹരിഹര പാണ്ഡ്യൻ, അഭിഷേക് പാണ്ഡ്യൻ, ചെന്നൈ സ്വദേശികളായ സുബർണ, സബർണ, തിരുപ്പൂർ സ്വദേശികളായ പ്രവീൺ, ഹരി, ജീപ്പ് ഡ്രൈവർ കുമളി സ്വദേശി സുജിത് എന്നിവർക്കാണ് പരിക്കേറ്റത്. പരിക്കേറ്റവരെ ഉടൻ തന്നെ സമീപത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ ശിവകാശി സ്വദേശി ഹരിഹര പാണ്ഡ്യനെ വിദഗ്ധ ചികിത്സയ്ക്കായി തേനി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. മറ്റുള്ളവരുടെ പരിക്ക് സാരമുള്ളതല്ല. 10ാം ക്ലാസ് വിദ്യാർത്ഥിനിയെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയ കേസിൽ +2 വിദ്യാർത്ഥിയെ വണ്ടൻമേട് പോലീസ് അറസ്റ്റ് ചെയ്തു. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ കാക്കനാടുള്ള ജയിലിലേക്ക് മാറ്റി. പെൺകുട്ടിയെ പ്രതി നിർബന്ധപൂർവ്വം ലൈംഗിക ബന്ധത്തിന് ഉപയോഗിച്ച് ഗർഭിണിയാക്കിയതായാണ് കേസ്. ആരോഗ്യ പ്രശ്നങ്ങൾ അനുഭവപ്പെട്ടതിനെ തുടർന്ന് കഴിഞ്ഞ ദിവസം പെൺകുട്ടിയെ ആശുപത്രിയിൽ എത്തിച്ചതോടെയാണ് സംഭവം പുറത്തറിയുന്നത്. ആശുപത്രിയിൽ നടത്തിയ പരിശോധനയിൽ പെൺകുട്ടി 5 മാസം ഗർഭിണിയാണെന്ന് കണ്ടെത്തി. ഇതേ തുടർന്ന് ആശുപത്രി അധികൃതർ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയെ വിവരം അറിയിച്ചു. ഇവർ വണ്ടൻമേട് പോലീസിൽ പരാതി നൽകുകയായിരുന്നു. +2 വിദ്യാർത്ഥിയായ പ്രതിക്ക് 18 വയസ്സ് പൂർത്തിയായതേയുള്ളൂ. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ കാക്കനാടുള്ള ജയിലിലേക്ക് മാറ്റി.
അടിമാലിയിൽ നിർമ്മാണത്തിലിരുന്ന ബഹുനില കെട്ടിടത്തിൽ മധ്യവയസ്കന്റെ അഴുകിയ മൃതദേഹം കണ്ടെത്തി. മൃതദേഹത്തിന് 2 ആഴ്ചയോളം പഴക്കമുണ്ടെന്നാണ് പോലീസ് പറയുന്നത്. കൊല്ലം കരുനാഗപ്പള്ളി സ്വദേശി പാപ്പച്ചന്റെ മൃതദേഹമാണ് കഴിഞ്ഞ ദിവസം വൈകുന്നേരത്തോടെ കണ്ടെത്തിയത്. കഴിഞ്ഞ ദിവസം വൈകുന്നേരത്തോടെയായിരുന്നു 65-കാരനായ കൊല്ലം കരുനാഗപ്പള്ളി സ്വദേശി പാപ്പച്ചന്റെ മൃതദേഹം അടിമാലിയിൽ നിർമ്മാണത്തിലിരുന്ന ബഹുനില കെട്ടിടത്തിൽ കണ്ടെത്തിയത്. മൃതദേഹം അഴുകിയ നിലയിലായിരുന്നു. മൃതദേഹത്തിന് 2 ആഴ്ചത്തോളം പഴക്കമുണ്ടെന്ന് പോലീസ് പറഞ്ഞു. ഇയാൾ 4 മാസം മുൻപ് വരെ അടിമാലിയിലെ ഒരു സ്വകാര്യ മാനേജ്മെന്റ് സ്കൂളിൽ സെക്യൂരിറ്റിയായി ജോലി ചെയ്തിരുന്നു. നിരന്തരമായ മദ്യപാനത്തെ തുടർന്ന് ഇയാളെ ജോലിയിൽ നിന്നും പിരിച്ചുവിട്ടിരുന്നതായി മാനേജ്മെന്റ് അറിയിച്ചു. പിന്നീട് സ്വദേശത്തേക്ക് പോയില്ല. അടിമാലി മേഖലയിൽ കൂലിവേലയുമായി പിന്നീട് കഴിയുകയായിരുന്നു. അടുത്ത ദിവസം മുതൽ ഈ കെട്ടിടത്തിൽ ടൈൽ വിരിക്കുന്നതിന്റെ ഭാഗമായി തൊഴിലാളികൾ കെട്ടിടത്തിൽ എത്തിയപ്പോഴാണ് മൃതദേഹം കിടക്കുന്നത് കണ്ടത്. ഉടൻ തന്നെ കെട്ടിട ഉടമയെയും പോലീസിനെയും വിവരമറിയിച്ചു. പോലീസ് എത്തി പ്രാഥമിക പരിശോധന പൂർത്തിയാക്കി. മരണകാരണം വ്യക്തമായിട്ടില്ല. ബന്ധുക്കൾ എത്തിയതിനു ശേഷം തുടർ നടപടികൾ സ്വീകരിക്കുമെന്ന് പോലീസ് അറിയിച്ചു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഇടുക്കി ജില്ലാ കമ്മിറ്റി നടത്തുന്ന ജില്ലാ വ്യാപാരോത്സവ് 2026 ആദ്യ മാസം നറുക്കെടുപ്പ് 17-ാം തീയതി നടക്കും. എല്ലാ നിയോജക മണ്ഡലങ്ങളിലും വൈകുന്നേരം 4 മണിക്ക് ജില്ലാ മണ്ഡലം ഭാരവാഹികളുടെ നേതൃത്വത്തിലാണ് നറുക്കെടുപ്പ് നടക്കുന്നതെന്ന് ഭാരവാഹികൾ കട്ടപ്പനയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. തൊടുപുഴ, ആനച്ചാൽ, ചെറുതോണി, വണ്ടിപ്പെരിയാർ, രാജാക്കാട്, കോക്കാട് എന്നീ കേന്ദ്രങ്ങളിലാണ് നറുക്കെടുപ്പ് നടക്കുന്നത്. TV, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ ഉൾപ്പെടെ ഓരോ മണ്ഡലങ്ങളിലും 10 സമ്മാനങ്ങൾ വീതം ആദ്യ നറുക്കെടുപ്പിൽ ജില്ലയിൽ 50 സമ്മാനങ്ങളാണ് നൽകുന്നത്. കഴിഞ്ഞ ബൈ വീക്കിലി നറുക്കെടുപ്പിൽ 5 മണ്ഡലങ്ങളിൽ 8 സമ്മാനങ്ങൾ വീതം 40 സമ്മാനങ്ങൾ വിതരണം ചെയ്തിരുന്നു. ഏകോപന സമിതി ഡിസംബർ 15-ാം തീയതി മുതൽ 2026 മാർച്ച് 31 വരെയാണ് വ്യാപാരോത്സവ് 2026 എന്ന പേരിൽ ഒരു വലിയ സമ്മാന പദ്ധതി അനൗൺസ് ചെയ്ത് ഇപ്പോൾ നടത്തി വരുന്നത്. അതിൻ്റെ 1-ാം സമ്മാനം ഇന്നോവ ക്രിസ്റ്റ കാറും ബമ്പർ സമ്മാനമാണ് ഇന്നോവ ക്രിസ്റ്റ കാറ്. അതിനു പുറമെ 5 നിയോജക മണ്ഡലങ്ങളിൽ അസംബ്ലി നിയോജക മണ്ഡലങ്ങളിൽ ഓരോ മാരുതി ഓൾട്ടോ കാറുകളും കൂടാതെ 100 സമ്മാനങ്ങളാണ് ബമ്പർ നറുക്കെടുപ്പിൽ ഞങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇത് കൂടാതെ എല്ലാ 2 ആഴ്ച കൂടുമ്പോഴും ബൈ വീക്കിലി നറുക്കെടുപ്പുകൾ നടത്തി ആകർഷകമായ 10 സമ്മാനങ്ങൾ ഓരോ നിയോജക മണ്ഡലത്തിലും വീതം 50 സമ്മാനങ്ങൾ എല്ലാ ബൈ വീക്കിലി നറുക്കെടുപ്പുകളിലും കൊടുക്കും. അതുകൂടാതെയാണ് ഇപ്പോൾ നമ്മൾ ഒരു ബൈ വീക്കിലി നറുക്കെടുപ്പ് ജനുവരി 2-ാം തീയതി നടത്തി. അടുത്ത നറുക്കെടുപ്പാണ് നാളെ, മാസം നറുക്കെടുപ്പാണ് നാളെ നടക്കുന്നത്. 1-ാം സമ്മാനം TV, 2-ാം സമ്മാനം ഫ്രിഡ്ജ്, 3-ാം സമ്മാനം വാഷിംഗ് മെഷീൻ. അതിനു പുറമെ 7 പ്രോത്സാഹന സമ്മാനങ്ങൾ കൂടി. അങ്ങനെ ഒരു അസംബ്ലി മണ്ഡലത്തിൽ 10 സമ്മാനങ്ങൾ വീതം 5 അസംബ്ലി നിയോജക മണ്ഡലങ്ങളിൽ 50 സമ്മാനങ്ങളാണ് ആദ്യ മാസ നറുക്കെടുപ്പുകളിൽ കൊടുക്കുക. ജില്ലയിലെ വ്യാപാര മാന്ദ്യം പരിഹരിക്കാനുള്ള ശ്രമമാണ് വ്യാപാരോത്സവത്തിലൂടെ ലക്ഷ്യമിടുന്നത്. ഡിസംബർ 15 മുതൽ മാർച്ച് 31 വരെയാണ് വ്യാപാരോത്സവം. 2 ആഴ്ച കൂടുമ്പോൾ ഉള്ള നറുക്കെടുപ്പിന് പുറമെ എല്ലാ മാസങ്ങളിലും നറുക്കെടുപ്പ് നടക്കും. ഇതിനു പുറമെ ഏപ്രിൽ ആദ്യ ആഴ്ച ബമ്പർ നറുക്കെടുപ്പ് നടത്തി 1-ാം സമ്മാനമായ ടയോട്ട ഇന്നോവ ക്രിസ്റ്റ കാറും 5 നിയോജക മണ്ഡലങ്ങളിലും ഓരോ മാരുതി ആൾട്ടോ കാറുകളും ഇതിനു പുറമെ 100 പ്രോത്സാഹന സമ്മാനങ്ങളും നൽകും. ജനങ്ങളുടെ ഉത്സവം, കൈനിറിയ സമ്മാനങ്ങൾ എന്നാണ് വ്യാപാരി വ്യവസായ ഏകോപന സമിതി ഉയർത്തുന്ന മുദ്രാവാക്യം. വിവിധ കേന്ദ്രങ്ങളിൽ നടക്കുന്ന നറുക്കെടുപ്പുകൾക്ക് നജീബ് ഇല്ലത്തുപറമ്പിൽ, KR വിനോദ്, R രമേശ്, VS ബിജു, PM ബേബി, CK ബാബുലാൽ, TC രാജു, ഷിബു തോമസ്, തങ്കച്ചൻ കോട്ടയ്ക്കകം, ഷാജി കാഞ്ഞമല, മജോ കാരിമുട്ടം, ജോസ് കുഴികണ്ടം, റോയി വർഗീസ്, R സുരേഷ്, സിജോമോൻ ജോസ്, NP ചാക്കോ, സാന്റി കണ്ണാട്ട്, PJ ജോൺസൺ, ഷിജോ തടത്തിൽ, ജെയിംസ് റോബർട്ട് എന്നിവർ നേതൃത്വം നൽകും. വാർത്താ സമ്മേളനത്തിൽ ജില്ലാ പ്രസിഡന്റ് സണ്ണി പൈമ്പള്ളിൽ, ജോഷി കുട്ടട, സാജു പട്ടരമടം എന്നിവർ പങ്കെടുത്തു. മുരിക്കാശ്ശേരി പടമുഖം സ്നേഹമന്ദിരത്തിൽ 1.75 കോടിയുടെ റോട്ടറി ഹാൻഡ്സ് ഓഫ് ഹോപ്പ് പദ്ധതിയുടെ ഉദ്ഘാടനം ജനുവരി 19 മന്ത്രി റോഷി അഗസ്റ്റിൻ നിർവഹിക്കും. റോട്ടറി ക്ലബ്ബ് ഓഫ് കട്ടപ്പന ഹെറിറ്റേജിന്റെ നേതൃത്വത്തിൽ അമേരിക്കയിലെ മക്കിനി റോട്ടറി ക്ലബിന്റെയും റോട്ടറി ഇന്റർനാഷണലിന്റെയും സഹകരണത്തോടെയാണ് പദ്ധതി നടപ്പിലാക്കുന്നതെന്ന് ഭാരവാഹികൾ കട്ടപ്പനയിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. രാവിലെ സ്നേഹമന്ദിരം ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന ചടങ്ങിൽ ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിക്കും. റോട്ടറി ക്ലബ്ബ് ഓഫ് കട്ടപ്പന ഹെറിറ്റേജിന്റെ 19 വർഷത്തെ ചരിത്രത്തിനിടയിലെ ഏറ്റവും വലിയ പ്രൊജക്റ്റുകളൊന്നാണ് ഈ ഗ്ലോബൽ ഗ്രാൻഡ് എന്ന് പറയുന്നത്. അമേരിക്കയിലുള്ള റോട്ടറി ക്ലബ്ബ് ഓഫ് മക്കിനിയുടെ സഹകരണത്തോട് കൂടിയിട്ടാണ് റോട്ടറി ഇന്റർനാഷണൽ ഏകദേശം 1.25 കോടി രൂപ മുടക്കി ഈ ഒരു പ്രൊജക്റ്റ് നടപ്പാക്കുന്നത്. സ്നേഹമന്ദിരത്തിൽ നമുക്കറിയാം, സ്നേഹമന്ദിരം എന്ന് പറയുന്നത് ഏകദേശം 400ഓളം ആളുകളുള്ള ബെഡഡ് ആയിട്ടുള്ള ആളുകളുള്ള
ശരീര വൈകല്യമുള്ളവർ, അങ്ങനെ വിവിധ ഘട്ടങ്ങളിലുള്ള ആളുകൾ താമസിക്കുന്ന ഒരു അഗതി മന്ദിരമാണ്. അവരുടെ എല്ലാ ചെലവുകൾക്കും ഇല്ലെങ്കിൽ പോലും ചെറിയൊരു മരുന്നിനെങ്കിലുമുള്ള ആവുന്ന രീതിയിലുള്ള അവർക്കൊരു വരുമാനം ഉണ്ടാകാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രൊജക്റ്റാണ് ഹാൻഡ്സ് ഓഫ് ഹോപ്പ് എന്ന് പറയുന്നത്. മാനസിക ശാരീരിക വെല്ലുവിളികൾ നേരിടുന്ന 400ഓളം അന്തേവാസികൾ കഴിയുന്ന പടമുഖം സ്നേഹമന്ദിരത്തിന്റെ സ്വയം പര്യാപ്തത ലക്ഷ്യമിട്ടാണ് പദ്ധതി വിഭാവനം ചെയ്തിരിക്കുന്നത്. ഏകദേശം 1.75 കോടി രൂപ ചെലവഴിച്ച് നിർമ്മിച്ച ഈ യൂണിറ്റിൽ പേപ്പർ ബാഗുകൾ, പേപ്പർ കപ്പുകൾ, ടിഷ്യൂ പേപ്പർ, പേപ്പർ പ്ലേറ്റുകൾ തുടങ്ങിയ പേപ്പർ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കും. ഈ ഉൽപ്പന്നങ്ങളുടെ വിപണനത്തിലൂടെ ലഭിക്കുന്ന വരുമാനം അന്തേവാസികളുടെ ചികിത്സയ്ക്കും ജീവിത നിലവാരം ഉയർത്തുന്നതിനുമായി വിനിയോഗിക്കും. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അവിടെ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അവരെ സംബന്ധിച്ച് അംഗവൈകല്യം സംഭവിച്ചിട്ടുണ്ട്, മെൻ്റലി ചലഞ്ചഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്, അതുപോലെ തന്നെ കുട്ടികളുണ്ട്, ബെഡഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്ക് ചെയ്യാൻ സാധിക്കുന്ന അവരെ കൊണ്ട് അത് പ്രവർത്തിക്കാൻ പറ്റുന്ന ഒരു പ്രോജക്റ്റാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് പേപ്പർ കപ്പുകൾ, പേപ്പർ ബാഗുകൾ, നമ്മുടെ ബാഗ് എന്ന് പറയുമ്പോൾ മെഡിസിൻ കവർ തൊട്ട് ടെക്സ്റ്റൈൽ കവർ വരെയുള്ള എല്ലാത്തരം ബാഗുകൾ, അത് പ്രിൻ്റഡ് അങ്ങനെയുള്ള ബാഗുകൾ, പിന്നെ പേപ്പർ കപ്പ്, പേപ്പർ പ്ലേറ്റ്, ടിഷ്യൂ പേപ്പറുകൾ, എല്ലാ നാപ്കിൻസ് എല്ലാം അവിടെ ഇത്രയും കാര്യങ്ങൾ അവിടെ ചെയ്യാവുന്ന രീതിയിൽ, പിന്നെ അതുപോലുള്ള നിരവധിയായ പ്രോഡക്റ്റുകൾ എല്ലാം ഏകദേശം എല്ലാം ഓട്ടോമാറ്റിക് ആയിട്ടുള്ള മെഷീനുകളാണ്. ഇവർക്ക് അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ അവർക്കൊരു പാക്കിങ്ങോ അല്ലെ ആ ഒരു രീതിയിലുള്ള ഒരു കാര്യങ്ങൾ മാത്രമേ അറേഞ്ച് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിലാണ് നമ്മൾ അത് ക്രമീകരിച്ചിരിക്കുന്നത്. റോട്ടറി ക്ലബ്ബ് ഓഫ് കട്ടപ്പന ഹെറിറ്റേജ് പ്രസിഡന്റ് അഖിൽ വിശ്വനാഥൻ അധ്യക്ഷത വഹിക്കും. ഇടുക്കി എം.പി. അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് മുഖ്യപ്രഭാഷണം നടത്തും. റോട്ടറി ഡിസ്ട്രിക്ട് ഗവർണർ ഡോക്ടർ GN രമേശ്, മാധ്യമപ്രവർത്തകൻ ജോണി ലൂക്കോസ് തുടങ്ങിയവർ മുഖ്യ അതിഥികളായിരിക്കും. ചിക്കാഗോ ബിഷപ്പ് മാർ ജോയി ആലപ്പാട്ട് അനുഗ്രഹ പ്രഭാഷണം നടത്തും. മക്കിനി ക്ലബ് പ്രതിനിധി തിയോഫിൻ ചാമക്കാല, സ്നേഹമന്ദിരം ഡയറക്ടർ ബ്രദർ VC രാജു തുടങ്ങിയവർ സംസാരിക്കും. വാർത്താ സമ്മേളനത്തിൽ റോട്ടറി ക്ലബ്ബ് ഓഫ് കട്ടപ്പന ഹെറിറ്റേജ് പ്രസിഡന്റ് അഖിൽ വിശ്വനാഥൻ, ഗ്ലോബൽ ഗ്രാൻഡ് ചെയർമാൻ ജോസ് മാത്യു, സെക്രട്ടറി കിരൺ ജോർജ് തോമസ്, ട്രഷറർ ജോസ് ഫ്രാൻസിസ്, അസിസ്റ്റന്റ് ഗവർണർ പ്രിൻസ് ചെറിയാൻ, മുൻ പ്രസിഡന്റുമാരായ PM ജെയിംസ്, സന്തോഷ് ദേവസ്യ, ജോസ് കുര്യാക്കോസ്, വിജി ജോസഫ്, ജിതിൻ കൊല്ലംകുടി, ഷിബു പോൾ, അജീഷ് ജോസഫ്, സുജിത് വിശ്വനാഥൻ തുടങ്ങിയവർ പങ്കെടുത്തു. വനംവകുപ്പ് മന്ത്രി AK ശശീന്ദ്രനുമായി കുമളി ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി കൂടിക്കാഴ്ച നടത്തി. പഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് വനംവകുപ്പിന്റെ സഹകരണം ഉണ്ടാകണമെന്ന് ഭരണസമിതി മന്ത്രിയോട് അഭ്യർത്ഥിച്ചു. പ്രധാനമായും 5 ആവശ്യങ്ങളാണ് പഞ്ചായത്ത് ഭരണസമിതി മുമ്പോട്ട് വച്ചത്. പഞ്ചായത്തിന്റെ ഭൂവിസ്തൃതിയിൽ ഭൂരിഭാഗവും PTRന്റെ പരിധിയിൽ വരുന്നതിനാൽ കുമളിയുടെ വികസനത്തിന് ആവശ്യമായ സ്ഥലം വനംവകുപ്പ് നൽകണം. ടൗണിൽ ഉപയോഗശൂന്യമായ വനംവകുപ്പിന്റെ ഇൻഫർമേഷൻ ഓഫീസ് വിട്ടുകിട്ടണം. ടൗണിലെ വെള്ളക്കെട്ടിന് കാരണമാകുന്ന കനാലിൽ അടിഞ്ഞുകൂടുന്ന മാലിന്യം വനംവകുപ്പ് എല്ലാ വർഷവും നീക്കം ചെയ്യണം. ടൗണിൽ ബസ് സ്റ്റാൻഡിനോട് ചേർന്ന് അനാഥമായി കിടക്കുന്ന സ്ഥലം പഞ്ചായത്തിന്റെ വികസനത്തിന് നൽകണം. ഇതോടൊപ്പം പെരിയാർ ഫൗണ്ടേഷനിൽ നിന്നും സാമ്പത്തിക വിഹിതം വിനോദ നികുതി ഇനത്തിൽ നൽകണമെന്നും ഭരണസമിതി ആവശ്യപ്പെട്ടു. ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള നിവേദനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MM വർഗീസ് മന്ത്രി AK ശശീന്ദ്രനെ കൈമാറി. തുടർന്ന് കുമളിയുടെ വികസനത്തിന് ആവശ്യമായ ചർച്ചകളും നടത്തി. MLA ആര്യാടൻ ഷൗക്കത്ത്, ഡെപ്യൂട്ടി ഡയറക്ടർ PU സാജു, IFDR ലക്ഷ്മി, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ബിജു ദാനിയേൽ, സന്തോഷ് ഉമ്മൻ, സിറിൽ യോഹനാൻ, അനസ് മുമ്പുഴയിൽ തുടങ്ങിയവർ ചർച്ചയിൽ പങ്കെടുത്തു. രാജാക്കാട് പഞ്ചായത്തിൽ മുൻ പ്രസിഡന്റ് പൊളിപ്പിച്ച റോഡ് മാസങ്ങളോളം ഗതാഗത ഭീഷണിയായി തുടരുന്നതിന് പിന്നാലെ ഗതാഗത യോഗ്യമാക്കി പുതിയ പഞ്ചായത്ത് അംഗം. ഇന്ത്യൻ ഓയിൽ പമ്പിന് മുൻവശത്തെ റോഡാണ് ടാറിംഗ് നടത്തി പുനഃസ്ഥാപിച്ചത്. വാർഡ് മെമ്പർ ജോഷി കന്യാക്കുഴി ഫണ്ട് സ്വരൂപിച്ചാണ് റോഡ് ഗതാഗത യോഗ്യമാക്കിയത്. 2024 മെയ് മാസത്തിലാണ് രാജാക്കാട് പൊന്മുടി റോഡിൽ പമ്പിന് സമീപം ഓടയിലെ മലിനജലം റോഡിലേക്ക് ഒഴുകുന്നത് മാധ്യമ വാർത്ത ആയതിനെ തുടർന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ഇടപെട്ട റോഡ് മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് പൊളിപ്പിച്ചത്. പമ്പുടമ പല പ്രാവശ്യം ഇവിടെ നിന്നും വെള്ളം ഒഴുകുന്നില്ലെന്നും ആദ്യം മുകൾ ഭാഗം പരിശോധിച്ച ശേഷം പമ്പിന് മുൻപിലെ സ്ലാബ് മാറ്റി പരിശോധിക്കണമെന്ന് പറഞ്ഞെങ്കിലും പ്രസിഡന്റും സെക്രട്ടറിയും ചേർന്ന് റോഡും പമ്പിന്റെ ഉടമസ്ഥതയിലുള്ള ടൈൽ വിരിച്ച ഭാഗവുമടക്കം പൊളിക്കുകയായിരുന്നു. തുടർന്ന് നടത്തിയ പരിശോധനയിൽ സമീപത്തെ ഹോട്ടലിൽ നിന്നാണ് മലിനജലം ഒഴുകുന്നതെന്ന് കണ്ടെത്തി. തുടർന്ന് ഓട പൂർണ്ണമായി മൂടി. പൊളിച്ച ഭാഗം ശരിയായി ഉറപ്പിക്കാത്തതിനാൽ ഇരുചക്ര വാഹനങ്ങളടക്കം നിരവധി വാഹനങ്ങൾ ഇവിടെ അപകടത്തിൽപ്പെട്ടു. തുടർന്ന് പമ്പുടമ പഞ്ചായത്തിലും പൊതുമരാമത്ത് വകുപ്പിലും വിവരമറിയിച്ചെങ്കിലും നാളിതുവരെയായും യാതൊരു നടപടിയും ഉണ്ടായില്ല. ഇതേ തുടർന്നാണ് പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട ടൗൺ വാർഡ് മെമ്പർ ജോഷി കന്യാക്കുഴി ഫണ്ട് സ്വരൂപിച്ച റോഡ് ടാറിംഗ് നടത്തിയത്. രാജാക്കാട് ടൗണിലെ ഇന്ത്യൻ ഓയിൽ പമ്പിൻ്റെ മുമ്പിൽ കഴിഞ്ഞ ഭരണസമിതി റോഡ് കുത്തിപ്പൊളിച്ച് ഇടുകയും തിരിച്ച് അതേപടി ടാറിംഗ് കൊടുക്കാത്ത രീതിയിൽ ഇട്ടതിൻ്റെ പേരിൽ ആ റോഡിൽ ഇളകി കിടന്ന കല്ലുകൾ വാഹനം പോകുമ്പോൾ തെറിച്ച് ആളുകളുടെ മേത്ത് കൊള്ളുകയും അതുപോലെ തന്നെ
അങ്ങോട്ട് കയറുന്ന ആളുകൾ ഈ ഉണ്ടക്കല്ലിൽ കയറി തെന്നി വീഴുന്ന ഒത്തിരി അപകടങ്ങൾ ഉണ്ടാകുന്ന ഒരു അവസ്ഥ ഉണ്ടായി. ആ ഭരണസമിതിക്ക് ഇതുവരെയും ആ റോഡിൻ്റെ ശോചനാവസ്ഥ ഒന്നും മാറ്റിക്കൊടുക്കുവാൻ കഴിയാത്ത സാഹചര്യത്തിൽ നമ്മൾ അധികാരത്തിൽ നിന്ന് പലരുമായി ബന്ധപ്പെട്ടെങ്കിലും ഫണ്ടില്ല എന്ന് പറഞ്ഞ് മാറിയതിൻ്റെ പേരിൽ രാജ്യക്കാരുടെ കുറേ ആളുകളുമായി സഹകരിച്ച് ആ പ്രദേശം ടാറിങ് ചെയ്ത് ആളുകൾക്ക് വിഷയമില്ലാത്ത രീതിയിൽ യാത്രായോഗ്യമാക്കുന്ന നടപടികളാണ് ഇവിടെ സ്വീകരിച്ചത്. മാതൃകാ പ്രവർത്തനം നടത്തിയ ഗ്രാമപഞ്ചായത്ത് അംഗത്തെ നാട്ടുകാർ അനുമോദിച്ചു. കട്ടപ്പന വെള്ളിയാങ്കുടി സെന്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ 47ാമത് വാർഷികവും അധ്യാപക രക്ഷകർതൃ ദിനവും സർവീസിൽ നിന്നും വിരമിക്കുന്ന അധ്യാപികയ്ക്ക് യാത്രയയപ്പും നൽകി. ഇടുക്കി സബ് കളക്ടർ അനൂപ് ഖർഗ് IAS ഉദ്ഘാടനം നിർവഹിച്ചു. സെന്റ് ജോർജ് പാരിഷ് ഹാളിൽ വെച്ചാണ് വാർഷികവും അധ്യാപക രക്ഷകർതൃ ദിനവും സംഘടിപ്പിച്ചത്. സ്കൂൾ മാനേജർ മോൺസിഞ്ഞോർ അബ്രഹാം പുറയാറ്റ് അധ്യക്ഷനായിരുന്നു. ഇടുക്കി സബ് കളക്ടർ അനൂപ് ഖർഗ് IAS ഉദ്ഘാടനം ചെയ്തു. ഇടുക്കി രൂപത വിദ്യാഭ്യാസ സെക്രട്ടറി റവറന്റ് ഡോക്ടർ ജോർജ് തകടിയേൽ ഫോട്ടോ അനാച്ഛാദനം നിർവഹിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ ജോയി വെട്ടിക്കുഴി പ്രൊഫഷൻസി എൻഡോവ്മെന്റ് വിതരണം നടത്തി. വലിയ ഒരു ലക്ഷ്യബോധവും സാമൂഹിക സാംസ്കാരിക ഉയർച്ചയുമൊക്കെ അല്ലെങ്കിൽ നിലവാരവുമൊക്കെ പ്രദാനം ചെയ്യുന്ന കാര്യത്തിൽ വലിയ പങ്ക് വഹിച്ചുകൊണ്ട് മുമ്പോട്ട് പോയിട്ടുണ്ട്. ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ ഈ സ്കൂളിന് നേതൃത്വം കൊടുത്ത മാനേജർമാർ തീർച്ചയായും അവരുടെയൊക്കെ വലിയ ത്യാഗം ഈ സ്കൂളിൻ്റെ ഉയർച്ചയിലുണ്ട്. ഈ ഹൈറേഞ്ചിൽ ജനിച്ചു വളർന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ഈ സ്കൂളിൻ്റെ പ്രവർത്തനങ്ങളും വളർച്ചയുമൊക്കെ നോക്കിക്കാണുവാനായി ഇടയായിട്ടുള്ള ഒരു പൊതുപ്രവർത്തകനാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ട് ഞാൻ പലപ്പോഴും നിരവധി സന്ദർഭങ്ങളിൽ ഈ സ്കൂളിൻ്റെ പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവിടെ വരികയും ഇതിൽ ബന്ധപ്പെടുകയും എൻ്റെ മകൻ ഇവിടെ പഠിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഈ സ്കൂളുമായി വളരെ അടുത്ത ഒരു ബന്ധം കട്ടപ്പനയിലാണ്. നഗരസഭാ കൗൺസിലർ ബീന സിബി, സ്കൂൾ പ്രിൻസിപ്പൽ ജിജി ജോർജ്, ഹെഡ്മിസ്ട്രസ് വിൻസി സെബാസ്റ്റ്യൻ, PTA പ്രസിഡന്റ് വിനോദ് തോമസ് തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികളും നടന്നു. VM ജോസഫ് അനുസ്മരണം സേനാപതി വട്ടപ്പാറയിൽ നടന്നു. ഉടുമ്പൻചോല MLA MM മണി ഉദ്ഘാടനം ചെയ്തു. CPM ശാന്തൻപാറ ഏരിയ കമ്മിറ്റി അംഗവും വട്ടപ്പാറ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയും CITU ശാന്തൻപാറ ഏരിയ കമ്മിറ്റി അംഗവുമായിരിക്കെ 1989 ജനുവരി 15-നാണ് VM ജോസഫ് അന്തരിച്ചത്. സേനാപതി പഞ്ചായത്തിൽ പാർട്ടിയുടെ വളർച്ചയ്ക്കായി നിരവധി പോരാട്ടങ്ങൾ സംഘടിപ്പിച്ച വ്യക്തിയായിരുന്നു VM ജോസഫ്. 37ാമത് VM ജോസഫ് അനുസ്മരണം വട്ടപ്പാറ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് സംഘടിപ്പിച്ചത്. അനുസ്മരണത്തിന് മുന്നോടിയായി ടൗണിൽ പതാക ഉയർത്തി. തുടർന്ന് നടന്ന അനുസ്മരണ സമ്മേളനം ഉടുമ്പൻചോല MLA MM മണി ഉദ്ഘാടനം ചെയ്തു. ഇവിടെ വെങ്ങലപ്പാറയിലും ഗാന്ധിപ്പാറയിലും കാറ്റൂരിയിലും എല്ലാം തോട്ട ഉടമകൾ ഉണ്ടായിസം ഉപയോഗിച്ചാണ് നമ്മൾ നേരിട്ടുള്ളത്. അതിൻ്റെ കരുതി ജോസഫ് ആശാൻ നേരിടേണ്ടി വന്നിട്ടുണ്ട്. കേസ് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ അന്ന് പ്രസ്ഥാനത്തിലുള്ളവർ ഇന്നും നോക്കുന്നുണ്ടാവും അന്നത്തെ പ്രതികൂല സാഹചര്യം. ഗാന്ധിപ്പാറ എസ്റ്റേറ്റിൽ ഒരു വർഷത്തിൽ ഒരടിയിലും വെക്കാതെ പ്രവർത്തനം തീരുകയില്ലായിരുന്നു. വെങ്കലപ്പാറയിൽ നിരന്തര പ്രശ്നമായിരുന്നു. വെങ്കലപ്പാറയിൽ തീവെപ്പ് കേസ് സഹാവ് കാമരാജിനെ നിഷ്ഠൂരമായി കൊല ചെയ്ത സംഭവം, അതേ തുടർന്ന് തോട്ടം തൊഴിലാളികളും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകരുമായി കേന്ദ്രീകരിച്ചതിനെ തുടർന്ന് അന്ന് വെങ്കലപ്പാറ നേരിട്ട പ്രസിഡന്റ് വെങ്കലപ്പാറ അകത്ത് പരിശ്രമമാക്കിയെന്ന കാര്യം ഞാൻ അവസരത്തിൽ ഓർമ്മിക്കുകയാണ്. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം VN മോഹനൻ അനുസ്മരണ സന്ദേശം നൽകി. ഏരിയ സെക്രട്ടറി VV ഷാജി, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അരുൺ അശോകൻ, ഏരിയ കമ്മിറ്റി അംഗങ്ങൾ, ലോക്കൽ കമ്മിറ്റി ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്തു. മോഡൽ ലയൺസ് ക്ലബ്ബ് ഓഫ് കട്ടപ്പന ഗ്രീൻ സിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഇരട്ടയാർ ശാന്തിഗ്രാം ഗവൺമെന്റ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ സാനിറ്ററി നാപ്കിൻ ഇൻസിനറേറ്ററുകൾ വിതരണം ചെയ്തു. ലയൺസ് റീജിയൻ ചെയർപേഴ്സൺ റിച്ചി വരകുകാലായിൽ ഇൻസിനറേറ്ററുകൾ സ്കൂൾ ഹെഡ്മിസ്ട്രസിന് കൈമാറി. സാനിറ്ററി നാപ്കിനുകൾ ശാസ്ത്രീയമായി സംസ്കരിക്കുകയെന്ന ലക്ഷ്യത്തോടെയാണ് ലയൺസ് ക്ലബ്ബ് പദ്ധതി രൂപീകരിച്ചിരിക്കുന്നത്. ഡിസ്ട്രിക്റ്റിലെ 170 സ്കൂളുകളിലും സാനിറ്ററി നാപ്കിൻ ഇൻസിനറേറ്ററുകൾ വിതരണം ചെയ്യുന്നതിനാണ് പദ്ധതി. ശാന്തിഗ്രാം ഗവൺമെന്റ് ഇംഗ്ലീഷ് മീഡിയം ഹൈസ്കൂളിൽ നടന്ന ചടങ്ങിൽ ക്ലബ്ബ് പ്രസിഡന്റ് N മനോജ് അധ്യക്ഷനായിരുന്നു. ലയൺസ് റീജിയൻ ചെയർപേഴ്സൺ റിച്ചി വരകുകാലായിൽ ഇൻസിനറേറ്ററുകൾ സ്കൂൾ ഹെഡ്മിസ്ട്രസിന് കൈമാറി. നമ്മുടെ എറണാകുളം, ഇടുക്കി, ആലപ്പുഴയുടെ കുറച്ച് ഭാഗങ്ങൾ ഉൾപ്പെടുന്ന ഡിസ്ട്രിക്റ്റിലെ എല്ലാ സ്കൂളുകളിലെയും കുട്ടികൾക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിൽ ഒരു സാനിറ്ററി നാപ്കിൻ ഇൻസിനറേറ്റർ എല്ലാ സ്കൂളിലും കൊടുക്കുക എന്നുള്ള ഒരു പദ്ധതി. അതിൻ്റെ ഭാഗമായിട്ട് ഈ ഡിസ്ട്രിക്റ്റിലുള്ള 170 ക്ലബ്ബുകളും ഈ മിഷൻ 1ഉം 2ഉം
അതിലധികവും എടുത്തുകൊണ്ട് വിവിധങ്ങളായ സ്കൂളുകളിൽ ഇത് വിതരണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് കട്ടപ്പന ഗ്രീൻ സിറ്റി ഈ ഒരു സ്കൂളിനെ തിരഞ്ഞെടുക്കുകയും ഈ സ്കൂളിൽ അത് ഇത്രയേറെ കുട്ടികൾ പഠിക്കുന്നു എന്നുള്ള ഒരൊറ്റ കാരണത്താലാണ് ഈ സ്കൂളിൽ 2 മെഷീൻ, മറ്റ് എല്ലാ ക്ലബ്ബുകളും ഓരോ സ്കൂളിലും ഓരോ മെഷീൻ വെച്ചാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഗ്രീൻ സിറ്റി ക്ലബിന് നിങ്ങളോടുള്ള ആ ഒരു താല്പര്യം കൊണ്ട് ഈ സ്കൂളിൽ 2 മെഷീനാണ് തരുന്നത്. കഴിഞ്ഞ വർഷം ഫ്രിഡ്ജ് ഉൾപ്പെടെ സ്കൂളിന്റെ അടുക്കളയിലേക്ക് ആവശ്യമായ ലക്ഷക്കണക്കിന് രൂപ വിലയുള്ള ഉപകരണങ്ങൾ മോഡൽ ലയൺസ് ക്ലബ്ബ് ഓഫ് കട്ടപ്പന ഗ്രീൻ സിറ്റി സംഭാവന ചെയ്തിരുന്നു. യോഗത്തിൽ സ്കൂൾ ഹെഡ് മിസ്ട്രസ് സുനിത റാണി TS, അധ്യാപകരായ ഉഷ KS, അമ്പിളി PB, PTA വൈസ് പ്രസിഡന്റ് സജിദാസ് മോഹനൻ, ക്ലബ് ഭാരവാഹികളായ അഡ്വക്കേറ്റ് ജോർജ് വേഴമ്പത്തോട്ടം, ലൂക്ക ജോസഫ് തുടങ്ങിയവർ സംസാരിച്ചു. നേർക്കാഴ്ചയിലേക്ക്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ജ്വല്ലറി ഷോപ്പിംഗിൽ ഇനി നോ കോംപ്രമൈസ്. പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ. KG's ജ്വല്ലറി, കോട്ടയം കട സിൻസ് 1950. 2018 പ്രളയത്തിൽ തകർന്ന പഴയ മൂന്നാർ ഹൈറേഞ്ച് ക്ലബിന് സമീപത്തെ ആട്ടുപാലം ഇനിയും യാഥാർത്ഥ്യമായില്ല. പഴയ മൂന്നാറിൽ മുതിരപ്പുഴയ്ക്ക് കുറുകെയായിരുന്നു തകർന്ന ഈ പാലം സ്ഥിതി ചെയ്തിരുന്നത്. പാലമില്ലാതായതോടെ ഇതുവഴി യാത്ര ചെയ്തിരുന്നവർ കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി ഏറെ ദൂരം അധികം ചുറ്റി സഞ്ചരിച്ച് അക്കരെ ഇക്കരെ എത്തേണ്ടുന്ന അവസ്ഥയാണുള്ളത്. 2018 പ്രളയത്തിൽ മുതിരപ്പുഴയാറ്റിലുണ്ടായ ശക്തമായ വെള്ളപ്പാച്ചിലിലായിരുന്നു പഴയ മൂന്നാറിൽ ഹൈറേഞ്ച് ക്ലബിന് സമീപത്തെ ആട്ടുപാലം ഒഴുകിപ്പോയത്. പ്രളയാനന്തരം വർഷങ്ങൾ പലത് പിന്നിട്ടും തകർന്ന പാലത്തിന് പകരം പുതിയ പാലം നിർമ്മിക്കുന്ന നടപടി എങ്ങുമെത്താതെ അനന്തമായി നീളുകയാണ്. ചൊക്കനാട്, പഴയ മൂന്നാർ മേഖലകളിലെ ആളുകളായിരുന്നു പ്രധാനമായും തകർന്ന പാലങ്ങളെ ആശ്രയിച്ചു വന്നിരുന്നത്. പാലങ്ങളില്ലാതായതോടെ ഇതുവഴി യാത്ര ചെയ്തിരുന്നവർ കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി ഏറെ ദൂരം അധികം ചുറ്റി സഞ്ചരിച്ച് അക്കരെ ഇക്കരെ എത്തേണ്ടുന്ന അവസ്ഥയാണ്. നമ്മുടെ ഈ ആടുപാലം ഇവിടെ ഉണ്ടായിരുന്ന പാലം നമ്മുടെ വർക്ക്ഷോപ്പിലെ ക്ലബിന്റെ പുറയിലുള്ള പാലമായിരുന്നു. നേരത്തെ ഇത് 11ാം വാർഡായിരുന്നു. ഈ വാർഡിലുള്ള പാലമായിരുന്നു. 2018 പ്രളയം ഉണ്ടായിരുന്നു. ആ പ്രളയത്തിന്റെ സമയത്തിൽ ഈ പാലം പൊട്ടിപ്പോയിട്ട് പിന്നെ ഒരു വർഷം കഴിഞ്ഞിട്ട് 2020 ഇതിനെ ഈ പാലം കെട്ടിച്ചു തരാമെന്ന് പറഞ്ഞ് അരിക്കല്ല് നാട്ടുകാരുന്ന് മറ്റേ MM മണി വന്നിട്ട് അരിക്കല്ലിട്ടിട്ട് പോയതാണ്. 35 ലക്ഷം രൂപ ഫണ്ട് വെച്ച് അത് കഴിഞ്ഞിട്ട് ഇത് പോരാന്ന് പറഞ്ഞിട്ട് പിന്നെയും ഒരു വർഷം കടത്തിയിട്ട് 2022 പിന്നെ ഈ പാലത്തിന് വേണ്ടിയിട്ട് 85 ലക്ഷം രൂപ ഫണ്ട് വെച്ചായിരുന്നു. പിന്നെ അതും നടന്നില്ല. ഇതുവരെ ഈ പാലം ഇപ്പം പൊട്ടിപ്പോയിട്ട് 7 കൊല്ലമായി ഈ പാലം പൊട്ടിയിട്ട്. ഇതുവരെ പാലത്തിന്റെ ഒരു നടപടി എടുത്തിട്ടില്ല. പിന്നെ ഈ ഇലക്ഷൻ ഇപ്പോൾ വരുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്തിന് മാത്രം 1,15 ലക്ഷം രൂപ നമ്മുടെ MLA ഫണ്ടില് MLA രാജ വന്നിട്ട് അതിന്റെ ഫണ്ട് വെച്ചിട്ട് അത് ഇപ്പോൾ നടപടിയാക്കാന്ന് പറഞ്ഞ് ഇലക്ഷന് മുമ്പിൽ തന്നെ ഇതിന്റെ പണി തുടങ്ങുമെന്ന് പറഞ്ഞു. അതിന്റെ വാർത്തകളൊക്കെ പത്രത്തിലെ വാർത്തകളൊക്കെ വിട്ടായിരുന്നു. ഇനി ഇതുവരെ അതിന്റെ ഒരു നടപടിയും ആയിട്ടില്ല. ഇപ്പം അതിന്റെ പണി നടക്കുമെന്നാ പറഞ്ഞിരിക്കുന്നത്. ഇതുവരെ നടത്തിയിട്ടില്ല. ഇതുകൊണ്ട് ഈ ഏരിയയിലിരിക്കുന്ന നാട്ടുകാർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. തകർന്ന പാലത്തിന് പകരം പുതിയ പാലം നിർമ്മിക്കുമെന്നും തുക അനുവദിച്ചുവെന്നുമൊക്കെയുള്ള പ്രഖ്യാപനങ്ങൾ മുമ്പുണ്ടായി. പക്ഷേ നിർമ്മാണ കാര്യത്തിൽ മാത്രം പുരോഗതി ഉണ്ടായില്ലെന്ന ആക്ഷേപമാണ് ഉയരുന്നത്. കിലോമീറ്ററുകൾ ചുറ്റി സഞ്ചരിക്കാൻ തങ്ങൾക്ക് അധിക തുകയും സമയവും ചിലവാക്കേണ്ടി വരുന്നുവെന്ന പരാതിയും പ്രദേശവാസികൾക്കുണ്ട്. തകർന്ന പാലം പുനർനിർമ്മിക്കാൻ നടപടി ഉണ്ടാകണമെന്ന ആവശ്യം ഈ പാലത്തെ ആശ്രയിച്ച് യാത്ര നടത്തിയിരുന്നവർ വീണ്ടും വീണ്ടും ആവർത്തിക്കുകയാണ്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ജ്വല്ലറി ഷോപ്പിംഗിൽ ഇനി നോ കോംപ്രമൈസ്. പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ. KG's ജ്വല്ലറി, കോട്ടയം കട സിൻസ് 1950. ഇനി കമ്പോള വില നിലവാരം. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ജ്വല്ലറി ഷോപ്പിംഗിൽ ഇനി നോ കോംപ്രമൈസ്. പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ. KG's ജ്വല്ലറി, കോട്ടയം കട സിൻസ് 1950. കട്ടപ്പന കമ്പോളം. കുരുമുളക് കിലോഗ്രാമിന് 685 രൂപ. ഏലം കൂടിയ വില 2480. ഏലം ശരാശരി വില 2200. കാപ്പിപ്പരിപ്പ് 400. ഗ്രാമ്പു 875. കൊക്കോ 90. റബ്ബർ 170.
സ്വർണം വെള്ളി വിപണി. സ്വർണം ഗ്രാമിന് 13,145 രൂപ, വെള്ളി 306. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ജ്വല്ലറി ഷോപ്പിംഗിൽ ഇനി നോ കോംപ്രമൈസ്. പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ. KG's ജ്വല്ലറി, കോട്ടയം കട സിൻസ് 1950. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. HCN പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് എല്ലാ പ്രമുഖ കമ്പനികളുടെയും കാർഷിക യന്ത്രോപകരണങ്ങൾ ഇനി AN ഏജൻസീസിൽ നിന്ന്. AN ഏജൻസീസ്, പുളിക്കൽ ബിൽഡിംഗ്, ബൈപ്പാസ് റോഡ്, ഇടുക്കി കവല, കട്ടപ്പന. കേരള കോൺഗ്രസ് മുന്നണി മാറ്റവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുമായി ചർച്ച നടന്നിട്ടില്ലെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ. പാർട്ടി നിലപാട് ചെയർമാൻ പറഞ്ഞിട്ടുണ്ട്. മണിക്കൂർ തോറും മാറ്റിപ്പറയുന്ന സ്വഭാവം കേരള കോൺഗ്രസിനില്ല. പാർട്ടി ചെയർമാൻ വ്യക്തമാക്കിയതിനപ്പുറം തനിക്കൊന്നും പറയാനില്ലെന്നും റോഷി അഗസ്റ്റിൻ. കഞ്ഞിക്കുഴിയിൽ വീണ്ടും പുലിയുടെ സാന്നിധ്യം. സമീപത്തു നിന്നും ഏതോ ജീവിയെ ആക്രമിച്ചതിന്റെ രക്തപ്പാടുകളും കണ്ടെത്തി. എന്നാൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ വിവരമറിയിച്ചിട്ടും സ്ഥലത്തെത്തിയില്ലെന്ന് പരാതി. ജില്ലാ ആസ്ഥാനത്ത് വീണ്ടും കടുവയെ കണ്ടതോടെ ജനം ഭീതിയിൽ. വാഗമണിൽ ആരംഭിച്ച കുടുംബശ്രീ പ്രീമിയം കഫേയുടെ ഉദ്ഘാടനം ദേവസ്വം വകുപ്പ് മന്ത്രി VN വാസവൻ നിർവഹിച്ചു. കേരളത്തിലെ സാമൂഹ്യ, സാമ്പത്തിക, സാംസ്കാരിക മേഖലകളിൽ പുത്തൻ ഉണർവ് പകരാൻ കുടുംബശ്രീക്ക് കഴിഞ്ഞുവെന്ന് മന്ത്രി. കഴിഞ്ഞ 27 വർഷമായി കുടുംബശ്രീ നടത്തുന്ന പ്രവർത്തനം ശ്രദ്ധേയമാണെന്നും VN വാസവൻ. ദേശീയപാത 85 അടിമാലി ലക്ഷം വീട് ഭാഗത്തുണ്ടായ മണ്ണിടിച്ചിലിനെ തുടർന്ന് ദുരിതത്തിലായ കുടുംബങ്ങൾക്ക് പുനരധിവാസവുമായി ബന്ധപ്പെട്ട് നൽകിയ ഉറപ്പുകൾ പാഴ്വാക്കാം. വാസയോഗ്യമല്ലാതായി തീർന്ന വീടുകളിൽ നിന്ന് മാറി താമസിക്കുന്നവർക്ക് വാടക നൽകുമെന്നതടക്കമുള്ള ഉറപ്പുകളൊന്നും പാലിക്കപ്പെട്ടിട്ടില്ലെന്ന് പരാതി. ഉറപ്പുകൾ പാലിക്കപ്പെടുമെന്ന പ്രതീക്ഷയിൽ ദുരിതാശ്വാസ ക്യാമ്പിൽ നിന്ന് മടങ്ങിയ കുടുംബങ്ങൾ ഇപ്പോൾ ജീവിതം എങ്ങനെ കരുപിടിപ്പിക്കുമെന്നറിയാതെ പ്രതിസന്ധിയിൽ. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.